വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എഗ്ഗ് വെച്ചിട്ട് അടിപൊളി ഒരു 4 മണി പലഹാരമാണ്. നമ്മുടെ കുട്ടീസിനെല്ലാം ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റുമാണ്. ഇത് തയ്യാറാക്കാൻ ഈസിയുമാണ്. കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇത് തയ്യാറാക്കാൻ. മെയിൻ താരം നമ്മുടെ സവാളയാണ്. ഞാനിവിടെ ഒരു ചെറിയ സവാള 5 സവാള എടുത്ത് നീളത്തിലരിഞ്ഞേക്കുവാണ്. ഒരു പച്ചമുളക്, ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലിലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം നമ്മൾ ഒരു കാരണവശാലും നമ്മളതിൽ ഉപ്പ് ചേർക്കാൻ പാടില്ല. ചിലർ പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കും. ഉപ്പ് ചേർത്താൽ ഉള്ള ടേസ്റ്റും കൂടെ പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഉപ്പ് ചേർക്കാതെ നമുക്കിത് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ദാണ്ടേ ഇവിടെ ഉള്ളിയൊക്കെ വഴണ്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഇതേ ആയതിന് ശേഷം വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനേ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കൂടുതൽ പൊടികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അത്യാവശ്യം കുറച്ച് മാത്രം മതി. നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള മസാലയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. 5 എഗ്ഗിന് ഞാൻ 5 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ സവാള കുറച്ചും കൂടെ വലുപ്പമുള്ളതാണെങ്കിൽ നിങ്ങളൊരു 4 എണ്ണമോ 3 എണ്ണമോ ഒക്കെ എടുത്താൽ മതി കേട്ടോ. നമുക്ക് എത്രത്തോളം മസാല വേണം അതിനനുസരിച്ച് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല കൂട്ടെല്ലാം കൂടെ ചേർത്ത് പൊടിച്ച പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറ്റി നല്ല ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഈ മസാല മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരു 4 ടീസ്പൂൺ വരെയൊക്കെ ആകാം വെള്ളം. ഈ മസാലയൊക്കെ ഒന്ന് ഈ സവാളയിലൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് പെരണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ 4 ടീസ്പൂൺ വെള്ളം ചേർക്കുന്നത്. അത് നമ്മുടെ ഒരു അളവിൽ അങ്ങ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. വെള്ളം ചേർത്ത് കൊടുത്ത് ഇനി നല്ല നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നല്ല മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു മസാലക്കൂട്ടാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മുടെ എഗ് സ്നാക്കിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട നമ്മൾ ഇങ്ങനെയാണൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൈദ നമുക്കതൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തയ്യാറാക്കാൻ പോവാണ്. നമ്മളെ ഈ സമൂസ ഷീറ്റ് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് പാടുള്ളവർക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാവുന്നതാണ്. സൂപ്പർ മാർക്കറ്റിലും ബേക്കറീസിലും ഒക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നിങ്ങളൊന്ന് കാണും. അപ്പോൾ 4 എണ്ണമാണ് ഞാനിപ്പോൾ നിങ്ങളെ ഫ്രൈ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായി കാണും. അപ്പോൾ ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. സ്മെല്ലില്ലാത്ത എന്തെങ്കിലും ഓയിൽ. ഇപ്പോൾ വെളിച്ചെണ്ണ ചേർക്കേണ്ടവർക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. പക്ഷേ ഓയിലായിരിക്കും ഏറ്റവും ഒന്നുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുകൂടെ നല്ലത് ഇതിന് ഓയിലാണ്. ഓക്കെ, എണ്ണ മൂത്ത് വരുമ്പോഴത്തേന് എണ്ണ തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് പിന്നെ ഇത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്.
അതേപോലെ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുന്ന സമയം തന്നെ ഓൾ എന്നുള്ളൊരു ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് വീഡിയോസ് ഇടാൻ പറ്റൂ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ട് പിന്നെന്താ, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എണ്ണ കയറും. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ ഇത് തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടുക. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.